വാശിയിൽ വർത്തി ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ മണ്ണിൽ എൻ്റെ മക്കൾക്ക് യാതൊന്നും ഒന്നിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വായിച്ചു. ഞാൻ ചത്ത കുഴിച്ചിടുന്നല്ലേ. ലിജി ഭർത്താവ് വിട്ടിട്ട് പോയിട്ട് എത്ര നാളായി? 3 വർഷം പോയിട്ട്. അപ്പോഴും മോളും മോനാണ് മൂത്തത്. മോനാണ് മൂത്തത്. അമ്മച്ചിയുടെ മൂത്ത മോള്. അമ്മയുടെ മൂത്ത മോളാണ്. ഇത് നിങ്ങളിലൂടെ ഞങ്ങൾക്കത് ചെയ്തു തരാനും ഒരു അവസരം തന്ന ഇളയ മോൾ അവിടെ കൊണ്ടാക്കാനും. എന്റെ മോൾ അവിടെയാണ് പഠിച്ചത്. ഏത് പേരെന്തുവാ? ഷിജി ജോർജ്. ഓ, ഷിജി ജോർജിനെ എനിക്കറിയാം. പനക്കോടുള്ള കുട്ടി. എന്റെ പഴയ കുട്ടിയാ അയാള്. ഭർത്താവ് എന്ത് പറ്റി? എല്ലാം നശിപ്പിച്ച് ഞാൻ ആത്മഹത്യ ചെയ്തോ? അത് നിങ്ങളുടെ മോളാണോ ഷിജി? എന്റെ അനിയത്തിയാ. ഓ, അത് ശരി. എന്റെ സ്റ്റുഡന്റ്. ഇപ്പൊ ജോലിക്ക് പോകുന്നില്ലേ? വെള്ളനാട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടല്ലോ. മതി. ആശുപത്രിയിൽ നിൽക്കാൻ സഞ്ജീവിനി. നൈറ്റ് ഇരിക്കണല്ലോ. കൊച്ചുങ്ങളെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. മക്കളെ എന്ന് പറഞ്ഞല്ലോ. അലക്സേ, അപ്പൊ നോക്കിക്കണേ, എന്റെ ഒരു പഴയ കുട്ടിക്ക് നമ്മളോടുള്ള വിശ്വാസം എത്രമാത്രം ഉണ്ടെന്ന് നോക്കണം അല്ലേ? എനിക്ക് വിശ്വസിച്ച് തന്നെയാണ് ഉണ്ടാക്കിയത്. അതാണ്. ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ ഇവര് നമ്മുടെ അടുത്ത് വീണ്ടും പഠിപ്പിക്കാനായിട്ട് ആ കുട്ടിയെ എന്നോട് പറഞ്ഞു, വേറെ ഒരിടത്തും ചേച്ചി കൊണ്ടുപോകണ്ട, അവിടെ കൊണ്ടാക്കിയാൽ മതി, ഞാനും വരാം, ഹോസ്റ്റലിലും അവിടെ തന്നെ ആക്കിയാൽ മതി. കുട്ടി എന്റെ കൂടെ ഹോസ്റ്റലിൽ നിന്ന കുട്ടിയാണ്. എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞു ഷിജി ജോർജ് എന്ന് പറഞ്ഞെങ്കിലേ എനിക്ക് ഓർക്കും. പക്ഷെ ഇവിടെ എന്നോട് പറഞ്ഞത് അതൊരു എന്റെ ബന്ധു എന്നേ പറഞ്ഞുള്ളൂ. ഷിജി എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ ഒരു നല്ല കുട്ടിയാണ്. നമ്മള് വെച്ച് കൊടുക്കുമ്പോഴേ അവർക്ക് ഇനി മരണകാലം വരെ അവര് അവരുടെ മരണകാലം വരെ അവര് കിടക്കാനുള്ള ഒരു അവസരം കേട്ടോ. അപ്പൊ അത് ഞങ്ങൾ ഇനിയിപ്പോ ഉടനെ ചെയ്ത് തീർക്കാണ്. അതിന്റെ പ്രാർത്ഥന കാര്യങ്ങൾ നിങ്ങൾ തരണം. കാരണം 2 മാസം ഞങ്ങളുടെ മുമ്പിലുള്ളൂ. ഈ 2 മാസം കൊണ്ട് ഞങ്ങൾക്ക് അത് ചെയ്തു തീർക്കണം. അതിന് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു ഭവന പദ്ധതിയുമായിട്ടാണ് നമ്മളിപ്പോൾ മെഡിക്കൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രാർത്ഥനാ സഹായങ്ങളാണ് നമുക്ക് ആദ്യം വേണ്ടത്. കാര്യം ഏകദേശം ഒരു 10-200ഓളം കുടുംബങ്ങൾ നമ്മളെ ഈ ഡിപ്പെൻഡ് ചെയ്ത്, നമ്മുടെ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന കുടുംബങ്ങളുണ്ട്. അപ്പോൾ അതിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെഡിക്കൽ ഫസ്റ്റ് ആയിരിക്കും നമ്മൾ ഇപ്രാവശ്യം ഈ വരുന്ന ജനുവരി മാസം നമ്മൾ ആരംഭിക്കുന്നത്.